നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. ഹോങ്കോങ്ങിലെ തായ്പൂ ജില്ലയിലെ വാങ്ഫുങ് കോർട്ട് ഹൗസിംഗ് കോംപ്ലക്സിലെ പാർപ്പിട സമുച്ചയങ്ങളുണ്ടായ വൻ തീപിടുത്തത്തിൽ 44 പേർ മരിച്ചു. നിരവധി പേർ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 279 പേരെ കാണാതായെന്നും റിപ്പോർട്ടുകളുണ്ട്. വാങ്ഫുങ് കോർട്ട് ഹൗസിംഗ് കോംപ്ലക്സിലെ 32 നില കെട്ടിടത്തിലെ 7 ബ്ലോക്കുകളിലാണ് തീപിടുത്തമെന്നാണ് പ്രാഥമിക വിവരം. മുള കൊണ്ടുള്ള മേൽത്തട്ടിയിൽ തീപിടിച്ചാണ് ദുരന്തം. 1980കളിൽ നിർമ്മിച്ച 8 കെട്ടിടങ്ങളടങ്ങുന്ന ഈ ഭാഗത്ത് 2000-ഓളം പാർപ്പിട സമുച്ചയങ്ങളുണ്ട്. ഇവിടെ 4800 പേർ താമസിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. പ്രാദേശിക സമയം വൈകിട്ട് 6:20-നോടെയാണ് സംഭവം. 30 വർഷത്തിനിടയിൽ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ തീപിടുത്തമാണെന്ന് അധികൃതർ പറയുന്നു. മുൻകൂറായി പണം അടയ്ക്കാത്തതിൻ്റെ പേരിൽ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. അടിയന്തര ഘട്ടങ്ങളിൽ ഓരോ ആശുപത്രിയും സൗകര്യത്തിനനുസരിച്ചുള്ള ചികിത്സ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇവ ആശുപത്രികളുടെ ഉത്തരവാദിത്തമാക്കുന്ന കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമവും ചട്ടവും ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ബെഞ്ചിൻ്റെ മാർഗനിർദ്ദേശം. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയവരാണ് കോടതിയെ സമീപിച്ചത്. പത്തനംതിട്ട തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 മരണം. കരുമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി, തൂമ്പാക്കുളം സ്വദേശിനി ആദിലക്ഷ്മി, യദുകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. സ്കൂളിൽ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ പാമ്പിനെ കണ്ട് വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പത്തനംതിട്ട കരുമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ 6 കുട്ടികളാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ദ്വാരപാല കേസിലും കട്ടളപ്പാളി കേസിലും മുരാരി ബാബു പ്രതിയാണ്. ഈ 2 കേസിലും ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഗൂഢാലോചനയിൽ അടക്കം പ്രതിക്ക് പങ്കുണ്ടെന്നും ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ലേബർ കോഡിൽ പ്രതികരിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നുവെന്നും ശിവൻകുട്ടി വിമർശിച്ചു. കോഡ് അതേപടി നടപ്പാക്കാൻ കേരളം തയ്യാറായിട്ടില്ലെന്നും ഇന്ന് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ചട്ടങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായി എന്നും എന്നാൽ കോഡ് അതേപടി നടപ്പാക്കാൻ കേരളം തയ്യാറായില്ലെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. UDF മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ലെന്നും എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPM പങ്കുണ്ടെന്നും പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലായിട്ടും നടപടിയെടുക്കാത്തത് അതുകൊണ്ടാണെന്നും സതീശൻ പറഞ്ഞു. ബോംബെറിഞ്ഞ കേസിൽ ജയിലിൽ പോയ പ്രതിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് CPM പറയുന്നത്. അയാളെ സ്ഥാനാർത്ഥിയിൽ തുടരാൻ അനുവദിച്ചുവെന്നും VD സതീശൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ DGP R ശ്രീലേഖയുടെ പേരിനൊപ്പമുള്ള IPS നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ TS രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം IPS എന്ന പദവി പേരിനൊപ്പം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ചിറ്റയം ഗോപകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ. ചിറ്റയം ഗോപകുമാർ തനിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ആരോപിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ആയതിനാൽ സ്പീക്കർക്ക് പരാതി നൽകുന്നതും ആലോചിക്കുമെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. ബാധ്യതയുണ്ടെന്ന പേരിൽ കൽപ്പറ്റ നഗരസഭയിലെ UDF ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രഥമദൃഷ്ട്യാ തന്നെ വരണാധികാരിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് കോടതി പറഞ്ഞു. സ്റ്റേ ഉത്തരം കാലഹരണപ്പെട്ട നടപടിയെന്ന ഓഡിറ്ററുടെ കത്തും ഉണ്ടായിട്ടാണ് KG രവീന്ദ്രൻ്റെ പത്രിക തള്ളിയത്. വിശദീകരണം നൽകാനുള്ള സമയം പോലും നൽകിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ തീരുമാനം തൻ്റെ അറിവോടെയല്ലെന്ന് മുൻ KPCC അധ്യക്ഷൻ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K സുധാകരൻ. നടപടിയെടുത്ത യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഓരോ നേതാക്കൾക്കും അവരുടെ അഭിപ്രായം ഉണ്ടാകുമെന്നും പാർട്ടിയെടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും സുധാകരൻ പറഞ്ഞു. രാഹുലിൻ്റെ കാര്യത്തിൽ തൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ K സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറണമെന്നും ശൈലി മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. 13 വർഷം മുമ്പ് പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലായ പ്രതിക്കായി പ്രചരണം ഏറ്റെടുത്ത് DYFI രംഗത്ത്. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ മത്സരിക്കുന്ന VK നിഷാദിനെയാണ് DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രചരണം ഏറ്റെടുത്ത്. കേസിൽ തളിപ്പറമ്പ് കോടതി DYFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VK നിഷാദിനെയും TCV നന്ദകുമാറിനെയും 20 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. വിമത സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണി മുഴക്കിയ അങ്കളി ലോക്കൽ സെക്രട്ടറി N ജംഷീറിനെ ഒടുവിൽ കേസെടുത്തു. അങ്കളി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് ജംഷീർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുത്തിരുന്നില്ല. തുടർന്ന് രാമകൃഷ്ണൻ DGPക്കും ദില്ലി ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്.
കൊച്ചി കളമശ്ശേരിയിലെ പുതിയ ഹൈക്കോടതി കെട്ടിടം അടങ്ങുന്നത് ജുഡീഷ്യൽ സിറ്റിക്കായി HMTയുടെ 27 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി നേടി സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ്മാലി ബാങ്ചി എന്നിവരുടെ ബെഞ്ച് ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാനായി HMTക്ക് നോട്ടീസ് അയച്ചു. ഭൂമിയിൽ തലസ്ഥിതി തുടരാനുള്ള ഉത്തരവ് നീക്കി പകരം സീപോർട്ട്, എയർപോർട്ട്, റോഡ്, കിൻഫ്ര എന്നിവയ്ക്ക് സമാനമായി HMT ഭൂമി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. പാലത്തായി പീഡനക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വീണ്ടും ആരോപണമായി മുൻ DYSP റഹീം. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കള്ളക്കഥയെന്നാണ് മുൻ DYSPയുടെ ആരോപണം. തെളിവുകൾ കൃത്യമായി ഉണ്ടാക്കിയെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. റിട്ടയർഡ് SP രത്നകുമാറിനെതിരെയാണ് ആരോപണങ്ങൾ. അനാരോഗ്യത്തെ തുടർന്ന് റാപ്പർ വേടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച വേടനെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം വേടൻ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്. ഇതേ തുടർന്ന് നാളെ ദോഹയിൽ നടത്താനിരുന്ന പരിപാടി മാറ്റിവെച്ചു. അടുത്ത മാസം 12-ന് ഈ പരിപാടി നടക്കുമെന്ന് സംഘാടകരും അറിയിച്ചു. 8ാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ യുവാവ് പിടിയിൽ. വർക്കല തുമ്പോട് സ്വദേശി ബിനുവിനെയാണ് പിടിയിലായത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കുട്ടിയെ ഗോവയിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഈ മാസം 18-നാണ് വിനോദയാത്രയ്ക്കെന്ന പേരിൽ കുട്ടിയുമായി നാടുവിട്ട. തുടർന്ന് കുട്ടിയെ കാണാനില്ലെന്ന് രക്ഷാതാക്കൾ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്തു നിന്നും പ്രതിയെ പിടിയിലായത്. വടകരയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കഴിയുന്ന 9 വയസ്സുകാരി ദൃഷാനയുടെ നഷ്ടപരിഹാര തുക കൈമാറി. നാഷണൽ ഇൻഷുറൻസ് കമ്പനി 1.15 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. കുട്ടിയുടെയും അമ്മയുടെയും അക്കൗണ്ടിലേക്കാണ് തുക കൈമാറിയത്. ഹൈക്കോടതി കേസെടുത്ത് നിർണായകമാവുകയും ഈ മാസം 18-ന് വടകര MACT കോടതി നഷ്ടപരിഹാരം വിധിക്കുകയുമായിരുന്നു. പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പിൻവലിക്കാനുള്ള സർക്കാരിൻ്റെ അപേക്ഷ സെഷൻസ് കോടതി തള്ളി. കണ്ണൂർ പഴയങ്ങാടി SI ഉൾപ്പെടെയുള്ള പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസ് പിൻവലിക്കാൻ സർക്കാർ സമർപ്പിച്ച അപേക്ഷയാണ് തലപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയത്. സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ CCTV സ്ഥാപിച്ചാൽ സത്യവാങ്മൂലം സമർപ്പിച്ച് സംസ്ഥാനം. കേരളത്തിൽ 28 പോലീസ് സ്റ്റേഷനിൽ CCTV ഇല്ലെന്നും ആകെ 518 പോലീസ് സ്റ്റേഷനിൽ CCTV സ്ഥാപിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ലോക്കപ്പിന് മുന്നിലെ ഇടനാഴി, റിസപ്ഷൻ, പോലീസ് സ്റ്റേഷനിലെ പ്രവേശന കവാടം, പിൻഭാഗം എന്നിവിടങ്ങളിലും CCTVകൾ സ്ഥാപിച്ചു. പാലക്കാട് പ്രസവത്തിന് പിന്നാലെ കുട്ടി മരിച്ച ചികിത്സാ പിഴവെന്ന് ആരോപണം. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. കുട്ടി മരിച്ചത് ആശുപത്രിയുടെ ചികിത്സാ പിഴവെന്നാണെന്നാണ് രക്ഷിതാവ് ആരോപിച്ചത്. വണ്ടിത്താവളം സ്വദേശി നാരായൺകുട്ടിയുടെ കുഞ്ഞാണ് മരിച്ചത്. ബുധനാഴ്ചയായിരുന്നു താലൂക്ക് ആശുപത്രി സിസേറിയൻ ചെയ്യുന്നുള്ള തീയതി നൽകിയ. ചൊവ്വാഴ്ച രാവിലെ ഭാര്യയ്ക്ക് പ്രസവവേദന വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് നാരായൺകുട്ടി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.